ഹല്ലേലൂയ. നമുക്ക് വചനം വായിക്കാം. ഹല്ലേലൂയ. യോഹന്നാൻ 6:35. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. യേശുവേ ഹല്ലേലൂയ. വായിച്ച വചനഭാഗം കർത്താവേ ഹല്ലേലൂയ. അങ്ങ് കരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ ഹല്ലേലൂയ. അങ്ങ് ആത്മാനാക്കളോടെ കർത്താവേ ഹല്ലേലൂയ. വചനം പറയാത്ത പ്രവർത്തികളെ അപേക്ഷിക്കുന്ന യേശുവേ ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞതുപോലെ എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുന്നില്ല, ദാഹിക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ യേശുവേ ഹല്ലേലൂയ. അപ്പോഴായി ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവേ ജീവൻ പകർന്ന കർത്താവ് വെളിച്ചം പകർന്ന കർത്താവേ ഹല്ലേലൂയ. അങ്ങ് തന്നെ ഹല്ലേലൂയ നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി യേശുവേ നന്ദി പറയുന്ന യേശുവേ ഹല്ലേലൂയ. അനുനിമിഷം കർത്താവേ ഹല്ലേലൂയ ഞങ്ങളെ വീണ്ടെടുത്ത് അപ്പോഴായി ഞങ്ങൾ ഓരോരുത്തരെയും ഹല്ലേലൂയ വീണ്ടെടുത്ത് കർത്താവേ ഹല്ലേലൂയ. അങ്ങ് തന്നെ നിർത്തി ഹല്ലേലൂയ തന്നുകൊണ്ടിരിക്കുന്നതായി വിടുതലായി സവിക്കുന്നതിനായി എല്ലാം കർത്താവേ നന്ദി പറയുന്ന ഒരു വർഷക്കാലം കർത്താവേ ഹല്ലേലൂയ ഒരു കുറവ് കൂടാതെ യേശുവേ ഹല്ലേലൂയ അപ്പുറം മരണത്തിലേക്കും യേശുവേ ഹല്ലേലൂയ അപകടങ്ങളിലേക്കും ഒക്കെയും പോകാനുള്ള അവസ്ഥയിൽ നിന്നൊക്കെയും ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ പിടിച്ചെടുത്ത് ഹല്ലേലൂയ അതിലേക്കൊന്നും പോകാതെ യേശുവേ ഹല്ലേലൂയ കർത്താവിന്റെ കൃപ കൊണ്ട് ഹല്ലേലൂയ ഈ സമയം വരെ കർത്താവിൽ നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി യേശുവേ നന്ദി പറയുന്ന യേശുവേ ഹല്ലേലൂയ. അനുനിമിഷം നന്ദിയുള്ള മക്കളായി യേശു അനുനിമിഷം കർത്താവേ അങ്ങേ സന്നിധിയിൽ കൃപ ഞങ്ങൾക്ക് ഓരോ മക്കളും തന്നെ അപേക്ഷിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. യോഹന്നാൻ 6:35. ഹല്ലേലൂയ. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നെ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. യേശുവേ ഹല്ലേലൂയ. നമ്മൾ കർത്താവിത്രത്തോളം യേശുവേ ഹല്ലേലൂയ. നമ്മൾ ഈ വർഷത്തിന്റെ അവസാനത്തെ ദിവസമാകുന്നു യേശുവേ ഹല്ലേലൂയ. ഒരു വർഷക്കാലം യേശു നമ്മുടെ ഓരോരുത്തരെയും ഹല്ലേലൂയ അപ്പത്തോളം യേശുവേ ഹല്ലേലൂയ എന്താ പറയുന്നത് അപ്പത്തോളം മരണത്തിലേക്കൊക്കെ പോകുമായിരുന്നു നമ്മളെ ഹല്ലേലൂയ യേശു ജീവൻ തന്ന യേശു ഹല്ലേലൂയ ജീവൻ ബോധ്യം തന്ന യേശു ആവുന്നു ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരെയും ഇവിടെ നിർത്തിയിരിക്കുന്ന യേശു ഹല്ലേലൂയ. ഇനി നമ്മൾ ആ ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ യേശു ഹല്ലേലൂയ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് യേശു ഹല്ലേലൂയ ആ മുട്ടായിട്ടിരിക്കുന്ന ബന്ധനങ്ങളെ ഒക്കെ ഒന്ന് അഴിച്ച് യേശു ഹല്ലേലൂയ ഒരു പൂർണ്ണമായി വിടുതൽ പ്രാപിക്കുവാൻ തക്കണം. യേശു അനുനിമിഷം യേശു ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ യേശു ഹല്ലേലൂയ നമ്മുടെ ആ കുറവുകളെ ഒക്കെ ഏറ്റുപറഞ്ഞ് യേശു ഹല്ലേലൂയ നമ്മുടെ തെറ്റുകളെ തിരുത്തി യേശു ഹല്ലേലൂയ നമ്മുടെ ആ മനസ്സിനെ ഒന്ന് പുതുക്കി ഹല്ലേലൂയ ഒന്ന് രൂപാന്തരപ്പെടേണ്ടതുണ്ട് യേശു ഹല്ലേലൂയ. അപ്പോൾ ഒരു യേശു ഹല്ലേലൂയ അപ്പോൾ അത്രത്തോളം യേശു ഹല്ലേലൂയ നമ്മളെ വീണ്ടെടുത്തിരിക്കുക ആ കൃപയ്ക്കായി നമുക്ക് നന്ദി പറയാം യേശു ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കേട്ട വചനം യേശു ഹല്ലേലൂയ. യേശു അവരോട് പറഞ്ഞത് ഹല്ലേലൂയ, ഞാൻ ജീവന്റെ ഒപ്പമാകുന്നു. ഹല്ലേലൂയ. എൻ്റെ അടുക്കൽ വരുന്ന വിശക്കുകയില്ല, എന്നെ വിശ്വസിക്കുന്ന ഒരു നാളും ദാഹിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു യേശു ഹല്ലേലൂയ. ഇവിടെ ആ പുരുഷാരം യേശു യേശുവിന്റെ അടുക്കൽ വന്ന യേശു ഹല്ലേലൂയ, നീ ഹല്ലേലൂയ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കേണ്ടതിന് എന്ത് അടയാളമാവും നീ കാണിക്കുന്നത് ഹല്ലേലൂയ എന്ന് അവിടെ ചോദിച്ചു യേശു ഹല്ലേലൂയ. അവിടെ അവർ പറഞ്ഞു ഹല്ലേലൂയ യേശു ഹല്ലേലൂയ പിതാക്കന്മാർക്ക് യേശു ഹല്ലേലൂയ അവിടെ മന്ന പൊഴിച്ചു കൊടുത്തതൊക്കെ ഞങ്ങൾക്ക് അറിയാം യേശു ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പറയുന്നു യേശു ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ നിന്ന് യേശു ആ മന്ന തന്നത് മോശയല്ല യേശു ഹല്ലേലൂയ എൻ്റെ പിതാവാകുന്നു യേശു ഹല്ലേലൂയ. അവിടെ കർത്താവ് പറയുന്നു യേശുവേ ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ. അവൻ്റെ ഹല്ലേലൂയ യേശു എൻ്റെ അടുക്കൽ വരുന്നവന് ഹല്ലേലൂയ വിശക്കുകയില്ല, യേശു ഹല്ലേലൂയ ദാഹിക്കുകയുമില്ല എന്ന് പറഞ്ഞെങ്കിൽ അതിന് മുമ്പായിട്ട് പറയുന്നുണ്ട് യേശുവേ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. ദൈവത്തിന്റെ അപ്പമോ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്ന ആകുന്നു എന്ന് പറഞ്ഞു ഹല്ലേലൂയ. അവർ അവനോട് കർത്താവേ ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഹല്ലേലൂയ യേശു പറഞ്ഞത് ഹല്ലേലൂയ. യേശു ഹല്ലേലൂയ പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഹല്ലേലൂയ. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ ഹല്ലേലൂയ എന്നിൽ വിശ്വസിക്കുന്ന ഒരു നാളും ദാഹിക്കുകയില്ല എന്ന് പറഞ്ഞുവെങ്കിൽ യേശു ഹല്ലേലൂയ ആ ജീവന്റെ വെളിച്ചമായി ഹല്ലേലൂയ അപ്പമായി ഹല്ലേലൂയ നമ്മുടെ ഇടയിലേക്ക് യേശു ഹല്ലേലൂയ ഇറങ്ങി വരുന്നു യേശു ഹല്ലേലൂയ. അത്രത്തോളം യേശു പിടിക്കപ്പെട്ടിരുന്ന നമ്മളെ ഓരോരുത്തരെയും ഹല്ലേലൂയ അത്രത്തോളം ബന്ധനത്തിലായിരുന്ന അല്ലെങ്കിൽ യേശു ഹല്ലേലൂയ അത്രത്തോളം ശൂന്യമാക്കുമായിരുന്ന അവസ്ഥയിൽ നിന്നൊക്കെയും വീണ്ടെടുത്ത് യേശു ഹല്ലേലൂയ ആ ജീവന്റെ അപ്പമായി യേശു ഹല്ലേലൂയ ആ യേശു ഹല്ലേലൂയ കർത്താവ് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നു യേശു ഹല്ലേലൂയ. അപ്പോൾ യേശു ഹല്ലേലൂയ ആ ഒരു അപ്പം സ്വീകരിക്കാൻ തക്കവണ്ണം യേശു ഹല്ലേലൂയ യേശു ഹല്ലേലൂയ നമ്മുടെ ആ ദാഹം ഒന്ന് മാറ്റാൻ തക്കവണ്ണം യേശു ഹല്ലേലൂയ നമ്മൾ കർത്താവിന്റെ അടുക്കിലേക്ക് ഒന്ന് അടുത്ത് ചെന്നെങ്കിൽ മാത്രമേ ഹല്ലേലൂയ നമുക്ക് ആ യേശു ഹല്ലേലൂയ ഒരു വിടുതൽ പ്രാപിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ യേശു ഹല്ലേലൂയ. ആ ജീവനെ ഒന്ന് പ്രാപിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ യേശു ഹല്ലേലൂയ. നമ്മുടെ ആ ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ഹല്ലേലൂയ നമ്മുടെ യേശു ഹല്ലേലൂയ നമ്മുടെ ഓരോ കാര്യത്തിലും യേശു ഹല്ലേലൂയ നമുക്ക് എന്താണോ കുറവുള്ളത് യേശു ഹല്ലേലൂയ ആ വിഷയങ്ങളിലേക്കെല്ലാം ഒരു അപ്പമായി ഹല്ലേലൂയ ജീവനായി യേശു ഹല്ലേലൂയ യേശു ഇറങ്ങി വരുന്നു യേശു ഹല്ലേലൂയ. പലപ്പോഴും യേശു ഹല്ലേലൂയ അവിടെയൊക്കെയും യേശു ഹല്ലേലൂയ നമ്മളെ ആ അപ്പം നമുക്ക് യേശു ഹല്ലേലൂയ സ്വീകരിക്കുവാൻ ഹല്ലേലൂയ യേശു ഹല്ലേലൂയ നമ്മൾ ഒരുങ്ങിയിരിക്കേണ്ടതുണ്ട് യേശു ഹല്ലേലൂയ. അപ്പോൾ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ യേശു ഹല്ലേലൂയ അപ്പോൾ അവിടെ ആവുന്ന നമ്മൾ തോറ്റുപോകുന്നു. നമ്മളോട് പറയുന്ന ദൂതുകൾ യേശു കൽപ്പനകൾ ഒക്കെയും യേശു ഹല്ലേലൂയ
നമുക്ക് യേശു ആ കർത്താവിലേക്ക് അടുക്കാൻ പറ്റാത്ത വിധം യേശു ഹാലേലിയ നമ്മൾ അത്രത്തോളം യേശു ഹാലേലിയ ആ സങ്കടത്തിലും കഷ്ടത്തിലും ഒക്കെ ആയി പോകുന്ന കാര്യങ്ങളുണ്ട്. യേശുവെ ഹാലേലിയ. അപ്പോൾ യേശു ഹാലേലിയ ഇവിടെ പറയുന്നു, യേശു ഹാലേ വിളിക്കപ്പെട്ടവർ അനേകം, യേശു ഹാലേലിയ തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം എന്ന് പറഞ്ഞിരിക്കുന്നു. യേശു ഹാലേലിയ നമ്മൾ ഓരോരുത്തരെയും ആ വിളിക്കപ്പെട്ട ആ ഒരു ഹാലേലിയ ജനമായി ഹാലേലിയ മക്കളായി യേശു ഹാലേലിയ കർത്താവ് യേശു ഹാലിയുടെ കൂട്ടി വരുത്തി യേശു ഹാലേലിയ. എന്നാൽ ആ ജീവനെ പകർന്ന് ആ ജീവനെ തരുവാൻ തക്കോണം അത്രത്തോളം മരണത്തിലേക്ക് പോയ നമ്മളെ യേശു ഹാലേലിയ കുറച്ച് മുമ്പൊക്കെ നമ്മളെ കേട്ടതുപോലെ നമുക്ക് ഓരോരുത്തർക്കും യേശു ഹാലേലിയ സാക്ഷ്യങ്ങൾ പറയുവാനുണ്ട്. ഹാലേലിയ നമുക്ക് ഇവിടെ വന്ന് കിട്ടിയ സാക്ഷ്യങ്ങൾ യേശു ഹാലേലിയ നമുക്ക് യേശു ഹാലേലിയ കണ്ടു വിശ്വസിക്കാൻ തക്കവണ്ണം യേശു ഹാലേലിയ കർത്താവ് നമ്മുടെ മുന്നിൽ തന്ന സാക്ഷ്യങ്ങൾ യേശു ഹാലേലിയ ഒക്കെയും ഉണ്ടായിട്ടും യേശു ഹാലേലിയ നമ്മൾ തെറ്റിത്തിരിഞ്ഞു പോകുന്നത് യേശു ഹാലേലിയ നമ്മുടെ ആ വിശ്വാസക്കുറവ്. യേശു ഹാലേലിയ വിശ്വസിക്കുന്നതിന് ഹാലേലിയ അവിടെ യേശു ഒരിക്കലും ദാഹിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. യേശു ഹാലേലിയ അപ്പോൾ നമുക്ക് ഇന്ന് ആ ഒരു വിശ്വാസക്കുറവ് ഹാലേലിയ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് കൊണ്ട് തന്നെ യേശു ഹാലേലിയ നമുക്ക് ആ ജീവനെ പ്രാപിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥ. യേശു ഹാലേലിയ അത്രത്തോളം നമ്മളെ മരണത്തിൽ നിന്ന് വീണ്ടെടുത്ത് യേശു ഹാലേലിയ ആ ജീവനെ തരുവാനാവുന്ന ഹാലേലിയ നമ്മുടെ യേശു ഹാലേലിയ നമ്മുടെ ഇടയിലേക്ക് ഇന്നും ഇറങ്ങി വന്നുകൊണ്ടേ ഇരിക്കുന്നത്. യേശുവെ ഹാലേലിയ ഇവിടെ പറയുന്നു, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഹാലേലിയ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് പറഞ്ഞുവെങ്കിൽ യേശു ഹാലേലിയ നമ്മൾ ആ ഒരു തേജസ് പ്രാപിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ യേശു ഹാലേലിയ നമ്മളെ ക്രിസ്തുവിൽ ഒന്ന് ആയിത്തീരണം എന്നുണ്ടെങ്കിൽ യേശു ഹാലേലിയ നമ്മളൊരു പുതിയ സൃഷ്ടി ആയിത്തീരണം എന്നുണ്ടെങ്കിൽ യേശു ഹാലേലിയ നമ്മളെ യേശു പിടിച്ചിരിക്കുന്ന കഴിഞ്ഞ ദിവസം കർത്താവ് പറഞ്ഞ പോലെ നമ്മളെ ബന്ധനങ്ങളെ അഴിക്കുവാൻ, കെട്ടുകളെ അഴിക്കുവാൻ ഹാലേലിയ ആ ചങ്ങല പൊട്ടിക്കുവാൻ യേശു ഹാലേലിയ കടന്നു വരുമ്പോൾ യേശു ഹാലേലിയ നമ്മളൊന്ന് നിന്നു കൊടുക്കേണ്ടതുണ്ട്. യേശു ഹാലേലിയ വെറുതെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുകയില്ല. യേശു ഹാലേലിയ വെറുതെ കെട്ടുകൾ അഴിഞ്ഞു പോകുകയില്ല. യേശു ഹാലേലിയ വെറുതെ നമ്മുടെ ആ ചങ്ങലകളൊന്നും ഇട്ടഴിഞ്ഞു പോകുകയില്ല. യേശു ഹാലേലിയ അപ്പോൾ നമ്മളൊന്ന് നിന്നു കൊടുത്താൽ യേശു ഹാലേലിയ നമുക്ക് വരുവാനുള്ള തേജസ്സിനെ കണ്ട് യേശു ഹാലേലിയ നമ്മൾ വരുന്ന കഷ്ടങ്ങളിൽ യേശു ഹാലേലിയ നമ്മളൊന്ന് നിന്നു കൊടുക്കുമ്പോഴാവും യേശു ഹാലേലിയ കർത്താവിന് ഹാലേലിയ അപ്പം തന്ന യേശു ഹാലേലിയ നമ്മളെ ആ ജീവൻ തന്ന ഹാലേലിയ രക്ഷിക്കുവാൻ പറ്റുകയുള്ളൂ. യേശു ഹാലേലിയ അപ്പോഴാവും നമ്മളിലേക്ക് ആ വെളിച്ചങ്ങൾ വീശുന്നത്. യേശു ഹാലേലിയ അപ്പോഴാണ് ആ തപ്പുകൾ വീഴുന്നത്. യേശുവെ ഹാലേലിയ അല്ലാതെ യേശു ഹാലേലിയ എന്റെ കെട്ടുകൾ അഴിയണം, ബന്ധനങ്ങൾ അഴിയണം എന്ന് ചങ്ങലകൾ പൊട്ടണം എന്ന് പറഞ്ഞ് യേശു ഹാലേലിയ നമ്മൾ ഇരുന്നത് കൊണ്ട് യേശു ഹാലേലിയ കർത്താവിനെ അനുസരിക്കാതിരുന്നത് കൊണ്ട് ഹാലേലിയ നമുക്കൊരു വിടുതൽ കിട്ടുന്നില്ല. യേശുവെ ഹാലേലിയ നമുക്കൊരു വിടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ യേശു ഹാലേലിയ നമ്മൾ കർത്താവിന്റെ അടുക്കിലേക്ക് യേശു ഹാലേലിയ നമ്മളെ ഒന്ന് അടുത്ത് ചെല്ലേണ്ടതുണ്ട്. യേശു ഹാലേലിയ നമ്മൾ കർത്താവിന്റെ അടുക്കിലേക്ക് അടുത്ത് ചെല്ലുന്നത് എങ്ങനെയാണ്? യേശു ഹാലേലിയ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് യേശു ഹാലേലിയ പൂർണ്ണ മനസ്സോടെ അത് ഏറ്റെടുത്ത് യേശു ഹാലേലിയ അങ്ങനെയാവും നമ്മൾ കർത്താവിന്റെ അടുക്കിലേക്ക് അടുത്ത് ചെല്ലുന്നത്. യേശു ഹാലേലിയ പലപ്പോഴും നമ്മളോട് പറയുന്ന ദൂതുകൾ യേശു ഹാലേലിയ ആ കൽപ്പനകളൊക്കെ നമുക്ക് വളരെ കഷ്ടമായി തോന്നുന്ന അവസ്ഥ. യേശു ഹാലേലിയ നമ്മൾ ആ ലോകത്തിലേക്ക് വെച്ച് നോക്കി യേശു ഹാലേലിയ അവിടുത്തെ ഹാലേലിയ ആ ഒരു കാര്യങ്ങളൊക്കെയും കണ്ട് യേശു ഹാലേലിയ ഇതൊക്കെയാണ് നമ്മൾ കേട്ട് കഴിയുമ്പോൾ കർത്താവ് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ യേശു ഹാലേലിയ അതൊക്കെയും പുച്ഛത്തോടെ ഹാലേലിയ തള്ളിക്കളയുന്ന അവസ്ഥകൾ. യേശു ഹാലേലിയ അതുകൊണ്ട് തന്നെ നമ്മളേക്ക് ആ ഒരു ജീവൻ കിട്ടാതെ യേശു ഹാലേലിയ വെളിച്ചം കിട്ടാതെ യേശു ഹാലേലിയ നമ്മൾ ഇന്നും യേശു ഹാലേലിയ അലയുന്ന അവസ്ഥ. യേശു ഹാലേലിയ അപ്പോൾ യേശു നമ്മളെ ഓരോരുത്തരെയും ഹാലേലിയ കർത്താവിന്റെ സന്നിധിയിൽ വിളിച്ചു വരുത്തിയെങ്കിൽ യേശു ഹാലേലിയ നമുക്ക് ജീവൻ തരുവാൻ ഹാലേലിയ യേശു അനുനിമിഷം ഹാലേലിയ നമുക്ക് പുതുക്കം തന്ന യേശു ഹാലേലിയ ആ കർത്താവിലേക്ക് ഒന്ന് അടുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു ഹാലേലിയ ഇത് കഷ്ടമെന്ന് പറഞ്ഞ് നമുക്ക് ഓടിപ്പോവാനല്ല. യേശു ഹാലേലിയ അതാണ് പറഞ്ഞ് തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം എന്ന് പറഞ്ഞുവെങ്കിൽ യേശു ഹാലേലിയ നമ്മൾ ഇന്ന് ഹാലേലിയ ഇവിടെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ. ഇവിടെ വളരെ പേർ ഹാലേലിയ ഇവിടെ വന്നു സൗഖ്യം പ്രാപിച്ച് വിടുതൽ കണ്ട് ഹാലേലിയ യേശു ആ ഹാലേലിയ പലതും കണ്ട് ഹാലേലിയ വിട്ടുപോയവരാണ്. യേശു ഹാലേലിയ എന്നാൽ കർത്താവിന്റെ കൃപ കൊണ്ട് യേശു ഹാലേലിയ നമ്മളെ കർത്താവ് പിടിച്ചു നിർത്തി ഹാലേലിയ നമ്മുടെ ആരുടെയും എടുക്കല്ല. യേശു ഹാലേലിയ ആ സിയോബത്തിലൂടെ ആ വിഷയം പകർന്നു തന്ന യേശു ഹാലേലിയ നമ്മളെ കൈവിടാതെ യേശു ഹാലേലിയ നമ്മളെ വീണ്ടും ആ യേശു ഹാലേലിയ ആ മരണത്തിലേക്ക് വിടാതെ യേശു ഹാലേലിയ ആയിരുന്ന അവസ്ഥയിലേക്ക് വിടാതെ യേശു ഹാലേലിയ ഇത്രയും മക്കളെ കർത്താവ് ഹാലേലിയ ഇവിടെ ഹാലേലിയ കരുതി ഹാലേലിയ കാത്തു പരിപാലിച്ച് നിർത്തിയിരിക്കുന്നത്. യേശു ഹാലേലിയ അപ്പോൾ ഹാലേലിയ നമ്മളിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല എന്ന് ഹാലേലിയ കർത്താവ് നമ്മളോട് പറയുന്നു. യേശു ഹാലേലിയ പലപ്പോഴും യേശു ഹാലേലിയ നമ്മൾ ആ കഷ്ടത്തിലായി പോകുന്നു. യേശു ഹാലേലിയ എന്നാൽ അവിടുന്ന് തിരിഞ്ഞ് അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി യേശു ഹാലേലിയ ഏതൊരു കഷ്ടവും ആയിക്കോട്ടെ യേശു ഹാലേലിയ നമുക്ക് കർത്താവിലേക്ക് നോക്കുവാൻ പറ്റിയെങ്കിൽ യേശു ഹാലേലിയ അതാണ് കർത്താവ് പറഞ്ഞത്. യേശു ഹാലേലിയ വീരത്വത്തിന്റെ ആത്മാവിനെ അല്ല ശക്തിയുടെയും സ്നേഹത്തിന്റെയും ഹാലേലിയ സുബോധത്തിന്റെ ആത്മാവിനെയാവും ഹാലേലിയ കർത്താവ് അനുനിമിഷം നമ്മളിലേക്ക് പകർന്നു തരുന്നത്. യേശു ഹാലേലിയ പലപ്പോഴും യേശു ഹാലേലിയ നമ്മൾ
ഹാലലിയ ആ ലോകത്തെ ഭയപ്പെട്ട് യേശുവെ ഹാലലിയ നമ്മുടെ സ്വന്തക്കാരെ ഭയപ്പെട്ട് യേശുവെ ഹാലലിയ പലപ്പോഴും ഹാലലിയ കർത്താവിന്റെ സന്നിധിയിൽ ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തെടുക്കാതെ യേശു ഹാലലിയ നമ്മളെ സുബോധം നഷ്ടപ്പെട്ട് യേശു ഹാലലിയ ഒരു ശക്തിയില്ലാതെ ആ ദുഷ്ടന്റെ ശക്തിയും വെച്ച് യേശു ഹാലലിയ ആ കർത്താവിന്റെ പവർ ഹാലലിയ ആ ഒരു അഭിഷേകം ആ പകർന്നു തന്നിട്ടും യേശു ഹാലലിയ ആ ദുഷ്ടന്റേതായ ആ പവർ വെച്ച് യേശു ഹാലലിയ നമ്മൾ പിന്മാറ്റത്തിലേക്ക് പോകുന്ന അവസ്ഥകൾ യേശുവെ ഹാലലിയ അത് അവിടെ നോക്കിയാണ് കർത്താവ് പറയുന്നത് യേശു ഹാലലിയ യേശു വിളിക്കപ്പെട്ടവർ അനേകം യേശു ഹാലലിയ തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം എന്ന് പറഞ്ഞുവെങ്കിൽ യേശു ഹാലലിയ നമ്മളിവിടെ യേശു ഹാലലിയ ചുരുങ്ങിയിരിക്കുവാനല്ല യേശു ഹാലലിയ നമ്മളെ ഇത്ര പേരെ ഇവിടെ കൂട്ടിയിരുത്തിയെങ്കിൽ യേശു ഹാലലിയ നമ്മുടെ ബന്ധനങ്ങളെ നമ്മളെ യേശു ഹാലലിയ അത്രത്തോളം മരണത്തിലേക്ക് പോകുമായിരുന്നു ഇന്നായാലും നമുക്കറിയാം യേശു ഹാലലിയ ആ ചെയ്തെടുത്ത ശുശ്രൂഷകൾ യേശു ഹാലലിയ നമുക്കൊരു കാലിന് അല്ലെങ്കിൽ ഏതൊരു അപകടത്തിനും യേശു ഹാലലിയ ഇന്നൊരു കേടുപാട് വരുന്നുണ്ടെങ്കിൽ യേശു ഹാലലിയ ഒരു രോഗം വരുന്നുണ്ടെങ്കിൽ യേശു ഹാലലിയ അത്രത്തോളം നമ്മൾ പിടിക്കപ്പെട്ട അവസ്ഥ തന്നെയാവും യേശു ഹാലലിയ എന്ന് വെച്ചാൽ യേശു ഹാലലിയ പിതാക്കന്മാരായി ഹാലലിയ ആ ചെയ്തു വെച്ചിരിക്കുന്നതായ യേശു ഹാലലിയ ചെയ്തിരിക്കുന്നതായ യേശു ഹാലലിയ ആ ഒരു ഹാലലിയ പാപത്തിന്റെ ഹാലലിയ ഓരോ കാര്യങ്ങളുമാവുന്ന ഹാലലിയ നമ്മൾ വെളിപ്പെട്ട് വരുന്നതെങ്കിൽ യേശു ഹാലലിയ കർത്താവ് ആ കെട്ടുകൾ അഴിക്കുന്ന യേശു ഹാലലിയ അപ്പൊ അന്ന് നമ്മൾ കണ്ടു യേശു ഹാലലിയ ഓരോ ശുശ്രൂഷകളും ചെയ്തെടുത്ത് ഹാലലിയ നമുക്ക് തരുന്ന വിടുതൽ യേശു ഹാലലിയ കഴിഞ്ഞ ദിവസം ആ ഭീമൻ പനി വിട്ടു പോകട്ടെ എന്ന് പറഞ്ഞെങ്കിൽ ഹാലലിയ നമുക്കറിയാം അതിന് പുറകെ എത്രയോ പേർക്ക് പനി വന്നു യേശു ഹാലലിയ അപ്പോൾ മുന്നമേ ഹാലലിയ നമുക്ക് വരുവാനിരിക്കുന്ന യേശു ഹാലലിയ മുൻകൂട്ടി കണ്ട യേശു ഹാലലിയ കർത്താവ് ഓരോ ശുശ്രൂഷയും നമുക്ക് ചെയ്തു തന്ന യേശു ഹാലലിയ നമുക്ക് വിടുതൽ തന്നുകൊണ്ട് ഹാലലിയ ഇരിക്കുന്നു യേശു ഹാലലിയ അപ്പൊ അവിടെയൊക്കെയും യേശു ഹാലലിയ നമ്മൾ സ്വയം യേശു പ്രശംസിച്ചു പോകുവാനല്ല യേശു ഹാലലിയ പ്രശംസിക്കുന്നതിന് കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് പറഞ്ഞുവെങ്കിൽ നമ്മൾ ഹാലലിയ തന്നെത്താൻ പുകഴ്ത്തി യേശു ഹാലലിയ നമ്മൾ ഇത് ചെയ്തു അത് ഇത്രയും വർഷമായി ഹാലലിയ നമ്മുടെ ഇവിടെ വന്നു ഹാലലിയ ഇതൊക്കെ ചെയ്തിട്ട് യേശു ഹാലി ചെയ്തു ഹാലലിയ എന്നൊക്കെയും അഹങ്കരിച്ചു പോകുന്ന അവസ്ഥകൾ യേശു ഹാലലിയ എന്നാൽ നമുക്കൊരു പ്രശംസ തരുന്നത് യേശു ഹാലലിയ നമ്മുടെ യേശുവാകുന്നു യേശു ഹാലലിയ നമ്മൾ എന്ത് ചെയ്യുന്നുവെന്ന് യേശു ഹാലലിയ യേശു ആ സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ടേയിരിക്കുന്നു യേശു ഹാലലിയ നമ്മുടെ ഹൃദയം ഇതിലേ പോകുന്നു യേശു ഹാലലിയ നമ്മുടെ മനസ്സ് ഇതിലേ പോകുന്നു യേശു ഹാലലിയ നമ്മൾ ആരോട് യേശു ഹാലലിയ വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കുന്നു യേശു ഹാലലിയ എന്തിനു വേണ്ടി മറുതിരിക്കുന്നു യേശു ഹാലലിയ എന്നൊക്കെയും ഹാലലിയ കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു യേശു ഹാലലിയ എന്നാൽ അതൊക്കെയും ഹാലലിയ നമ്മളിൽ ആ ഇരുള് വന്ന യേശു ഹാലലിയ ആവുന്നു ഹാലലിയ ദുഷ്ടൻ അത്രത്തോളം കാലത്തിലേക്ക് ഹാലലിയ നമ്മളെ പിന്മാറ്റത്തിലേക്ക് യേശു ഹാലലിയ കൊണ്ടുപോകുന്നതെങ്കിൽ യേശു ഹാലലിയ അവിടെ നിന്ന് തിരിഞ്ഞ യേശു ഹാലലിയ ആ സുബോധം ഒന്ന് വീണ്ടെടുത്ത് യേശു ഹാലലിയ നമ്മളിലേക്ക് ആ സുബോധത്തിന്റെ ആത്മാവിനെ പകരുന്നുണ്ടെങ്കിൽ യേശു ഹാലലിയ അത്രത്തോളം അഭിഷേകമാവും നമ്മളിലേക്ക് പകർന്നു തരുന്ന യേശു ഹാലലിയ ആ സുബോധത്തെ ഹാലലിയ നമ്മൾ ഇല്ലാതാക്കി കളയുവാനല്ല നശിപ്പിച്ചു കളയുവാനല്ല യേശു ഹാലലിയ നമ്മളിലേക്ക് ആ സുബോധം തരുന്നത് യേശു ഹാലലിയ അപ്പൊ വെളിച്ചമുള്ളോടത്തോളം യേശു ഹാലലിയ വെളിച്ചത്തെ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞുവെങ്കിൽ യേശു ഹാലലിയ ആ വെളിച്ചമായി ഹാലലിയ യേശു ജീവനായി യേശു ഹാലലിയ യേശു നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നു യേശു ഹാലലിയ നമ്മുടെ കുറവുകളെ മാറ്റുവാൻ ഹാലലിയ നമ്മുടെ ബന്ധനങ്ങളെ അഴിക്കുവാൻ യേശു ഹാലലിയ എവിടെയൊക്കെയാണോ പിടിക്കപ്പെട്ടു പോയിരിക്കുന്നത് യേശു ഹാലലിയ അവിടുന്ന് ഒക്കെയും വിടുതൽ തന്ന യേശു ഹാലലിയ രക്ഷിക്കുവാനാവുന്ന ഹാലലിയ കർത്താവ് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നത് യേശു ഹാലലിയ അപ്പോൾ ഹാലലിയ നമ്മൾ ആ സത്യം അറിയുകയും സത്യം സ്വതന്ത്രമാക്കുകയും ചെയ്യുന്ന പറഞ്ഞുവെങ്കിൽ നമ്മൾ ആ ഒരു സത്യം മനസ്സിലാക്കി യേശു ഹാലലിയ നമ്മളെ ആ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അത്രത്തോളം യേശു ഹാലലിയ ശൂന്യമാക്കി കളയുന്ന അവസ്ഥയാവുന്നു എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെന്ന ഹാലലിയ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ യേശു ഹാലലിയ എന്റെ കുഞ്ഞിന് ഹാലലിയ ഇത്രത്തോളം വിടുതൽ കിട്ടി, എന്റെ മക്കൾക്ക് ഇത്രത്തോളം വിടുതൽ കിട്ടി ഹാലലിയ യേശു എന്റെ ഭവനത്തിന് ഇത്രത്തോളം വിടുതൽ കിട്ടി യേശു ഹാലലിയ കിടപ്പായി പറയുന്ന അവസ്ഥയിൽ നോക്കി എന്നെ വിടുവിച്ചു യേശു ഹാലലിയ ആ ക്യാൻസർ വന്നപ്പോൾ ഹാലലിയ എനിക്ക് വിടുതൽ തന്നു യേശു ഹാലലിയ ഇതൊക്കെ നമ്മുടെ കണ്ണാൽ കണ്ട ഹാലലിയ നമ്മളെ വിശ്വസിക്കാൻ തക്കവണ്ണം യേശു ഹാലലിയ നമ്മുടെ കണ്ണിൽ തന്ന അത്ഭുതങ്ങൾ തന്നെയാവുന്നു യേശു ഹാലലിയ അത്രത്തോളം അത്ഭുതങ്ങൾ കണ്ടിട്ടും യേശു ഹാലലിയ നമ്മൾ ഇന്ന് യേശു ഹാലലിയ ആ കർത്താവിലേക്കൊന്നും അടുക്കാതെ യേശു ഹാലലിയ ആ ജീവനെ ഒന്ന് പ്രാപിച്ചെടുക്കാൻ പറ്റാതെ യേശു ഹാലലിയ നമ്മൾ ഇന്നും ആ ഇരുളിലേക്ക് ഇറങ്ങി പോകുന്ന അവസ്ഥകൾ യേശു ഹാലലിയ അതുകൊണ്ട് തന്നെ യേശു ഹാലലിയ നമ്മളെ പിടിക്കപ്പെട്ട യേശു ഹാലലിയ ബന്ധനത്തിലും എല്ലാം യേശു ആയി പോകുന്ന യേശു ഹാലലിയ ആ ചങ്ങലയിൽ കൂട്ടിയിരിക്കുന്ന അവസ്ഥ തന്നെ യേശു ഹാലലിയ ആ ചങ്ങലകളൊക്കെ ഒന്ന് അഴിയണമെന്നുണ്ടെങ്കിൽ യേശു ഹാലലിയ നമ്മൾ ഇവിടെ ആരാധിച്ചത് കൊണ്ടോ യേശു ഹാലലിയ ഒന്നും അവര് നമ്മൾ ചങ്ങല ഒന്നും പൊട്ടിപ്പോകുന്നില്ല യേശു ഹാലലിയ നമ്മളെ പിടിക്കപ്പെട്ടിരിക്കുന്ന ആ ചങ്ങലകളും ബന്ധനങ്ങളും ഒക്കെയും ഒന്ന് അഴിഞ്ഞു പോകണം എന്നുണ്ടെങ്കിൽ യേശു ഹാലലിയ നമ്മൾ മനസ്സോടെ ഹാലലിയ ആ ഒരു ഏത് ആരാധനയായാലും പ്രാർത്ഥനയായാലും യേശു ഹാലലിയ നമ്മൾ ചെയ്ത് പറയുന്ന കാര്യങ്ങളായാലും യേശു ഹാലലിയ പൂർണ്ണ മനസ്സോടെ അത് ചെയ്തെടുക്കുമ്പോഴാവുന്നു ഹാലലിയ നമ്മുടെ ബന്ധനങ്ങളും ചങ്ങലകളും എല്ലാം പൊട്ടിപ്പോകുന്നത് യേശു ഹാലലിയ അപ്പോൾ ആവുന്ന വെളിച്ചം നമ്മളിലേക്ക്
വരുന്നത്. യേശുവേ ഹല്ലേലൂയ. അപ്പൊ ഏത് മനുഷ്യനെ പ്രകാശിക്കുന്ന വെളിച്ചമായിട്ട് തന്നെ ഹല്ലേലൂയ കർത്താവ് കടന്നു വരുന്നു. യേശുവേ ഹല്ലേലൂയ. അത്രത്തോളം വെളിച്ചം നമുക്ക് തന്നു. യേശുവേ ഹല്ലേലൂയ. എന്നാൽ ആ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ നമ്മളെ ഇരുളിനെ സ്നേഹിച്ചതുകൊണ്ട് തന്നെ യേശുവേ ഹല്ലേലൂയ ന്യായവിധി ഇന്ന് നമ്മളിലേക്ക് വന്നിരിക്കുന്നു. യേശുവേ ഹല്ലേലൂയ. അപ്പോൾ ആ യേശു നമ്മൾ വീണ്ടും ആ ന്യായവിധിയിലേക്ക് പോകുവാനല്ല. യേശുവേ ഹല്ലേലൂയ. നമുക്ക് യേശുവേ ഹല്ലേലൂയ കർത്താവിലേക്ക് ഒന്ന് അടുത്ത് എന്ന് യേശുവേ ഹല്ലേലൂയ നമ്മളെയും കർത്താവിനെയും ഹല്ലേലൂയ യേശു അകറ്റുന്നത് നമ്മുടെ അകൃത്യമാവുന്നെന്ന് കർത്താവ് പറഞ്ഞുവെങ്കിൽ യേശുവേ ഹല്ലേലൂയ ഇന്ന് നമ്മളെ കർത്താവിൽ നിന്ന് അകറ്റുന്നത് യേശുവേ ഹല്ലേലൂയ നമ്മുടെ അകൃത്യം യേശുവേ ഹല്ലേലൂയ നമ്മളിൽ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെയാവും യേശുവേ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വർഷത്തിന്റെ അവസാന നിമിഷത്തേക്ക് നമ്മൾ വന്നുവെങ്കിൽ യേശുവേ ഹല്ലേലൂയ നമ്മുടെ അകൃത്യങ്ങൾ മാറ്റി യേശുവേ ഹല്ലേലൂയ ആ വെളിച്ചം വരുമ്പോൾ യേശു ആ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് യേശുവേ ഹല്ലേലൂയ ആ വെളിച്ചത്തെ സ്വീകരിക്കാൻ തക്കവണ്ണം യേശുവേ ഹല്ലേലൂയ നമ്മുടെ മനസ്സിനെ ഒന്ന് പുതുക്കി യേശുവേ ഹല്ലേലൂയ യേശു സ്വയം പ്രശംസിച്ചു പോകാതെ സ്വയം പുകഴ്ത്തി പോകാതെ യേശുവേ ഹല്ലേലൂയ നമുക്ക് എന്ത് കിട്ടിയാലും നമുക്ക് ജീവൻ യേശുവേ ഹല്ലേലൂയ തരുന്നു. യേശു നമ്മുടെ മരണത്തിൽ നിന്ന് മാറ്റുന്നു, രോഗം മാറ്റുന്നു, എല്ലാം നമുക്ക് അറിയാമെങ്കിൽ യേശുവേ ഹല്ലേലൂയ നമുക്ക് ആർക്കാവുന്നു യേശുവേ ഹല്ലേലൂയ മഹത്വം കൊടുക്കുന്നത്. യേശുവേ ഹല്ലേലൂയ നമ്മൾ കർത്താവിന് മഹത്വം കൊടുക്കാറുണ്ടോ? യേശുവേ ഹല്ലേലൂയ ഇത്രത്തോളം വിടുതൽ നമ്മൾ തന്നു യേശുവേ ഹല്ലേലൂയ. എങ്കിൽ യേശുവേ ഹല്ലേലൂയ ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ യേശുവേ ഹല്ലേലൂയ നമ്മൾ പുതു മനുഷ്യനായി അല്ലെങ്കിൽ യേശുവേ ഹല്ലേലൂയ ഒരു പുതുക്കം പ്രാപിച്ച് യേശുവേ ഹല്ലേലൂയ കർത്താവേ ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആ ബന്ധനത്തിൽ നിന്ന് യേശുവേ ഹല്ലേലൂയ ഒരു വിടുതൽ തരണമെന്നുള്ള ആഗ്രഹത്തോടെ യേശുവേ ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ ഒന്ന് കർത്താവിലേക്ക് അടുത്ത യേശുവേ ഹല്ലേലൂയ കേൾക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. ഇന്നത്തെ ആ സദൃശത വാക്യത്തിൽ പറയുന്നു ഹല്ലേലൂയ. ഇന്നത്തെ അല്ല യേശുവേ ഹല്ലേലൂയ സദൃശ വാക്യം 12:11 പറയുന്നു നിലം കൃഷി ചെയ്യുന്നവന് ആഹാരം സമൃദ്ധിയായിട്ട് കിട്ടും. ഹല്ലേലൂയ. നിസ്സാരന്മാരെ പിന്തുടരുന്നവന് ബുദ്ധിഹീനൻ എന്ന് പറഞ്ഞിരിക്കുന്നു. യേശുവേ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ നമുക്കൊരു നിലം യേശുവേ കൃഷി സ്ഥലം ഹല്ലേലൂയ കർത്താവ് ഒരുക്കി തന്നിട്ടുണ്ടെങ്കിൽ യേശുവേ ഹല്ലേലൂയ അവിടെ സമൃദ്ധിയായ ആഹാരം നമ്മൾ ഹല്ലേലൂയ നമുക്ക് ഫലം കിട്ടേണ്ടതുണ്ട്. യേശുവേ ഹല്ലേലൂയ ആ ഒരു കൃഷി സ്ഥലത്ത് യേശുവേ ഹല്ലേലൂയ വളരെ മുള്ളും മരക്കാരും യേശു എല്ലാം ഉണ്ട്. യേശുവേ ഹല്ലേലൂയ മൃഗങ്ങളും പല മൃഗങ്ങളും യേശുവേ ഹല്ലേലൂയ അത് കഴിഞ്ഞ ദിവസം കർത്താവ് വല്ലാത്ത ശക്തി യേശുവേ ഹല്ലേലൂയ ഒരു മൃഗം ആ യേശുവേ ഹല്ലേലൂയ പാമ്പിന്റെ തല പത്തി പോലെ ഹല്ലേലൂയ അതിന് കൊമ്പുണ്ട് അവിടെ ബ്ലഡ് കുടിക്കുന്നു എന്നൊക്കെ പറഞ്ഞുവെങ്കിൽ നമ്മുടെ ആ ശക്തി അത്രത്തോളം വളർന്നു പോയിരിക്കുന്നു. യേശു ഹല്ലേലൂയ നമ്മുടെ അനുസരണക്കേട് കൊണ്ട് യേശു ഹല്ലേലൂയ നമുക്കൊരു വിടുതൽ തന്നപ്പോഴും യേശു ഹല്ലേലൂയ കർത്താവിലേക്ക് തിരിയാത്തത് കൊണ്ട് യേശു ഹല്ലേലൂയ ഇന്ന് വല്ലാത്ത ശക്തിയായി തീർന്നിരിക്കും. വല്ലാത്തൊരു മൃഗമായി ഹല്ലേലൂയ യേശു ഹല്ലേലൂയ നമ്മൾ യേശു ഹല്ലേലൂയ നമ്മുടെ ഉള്ളിൽ ഹല്ലേലൂയ ദുഷ്ടൻ വളർന്നിരിക്കുന്നു. യേശു ഹല്ലേലൂയ. അപ്പോൾ നിസ്സാരന്മാരെ പിന്തുടരുന്നവനോ ബുദ്ധിഹീനൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്നും ഹല്ലേലൂയ നമ്മൾ ദുഷ്ടന്റെ ആഗ്രഹത്തിന് ഹല്ലേലൂയ ലോകത്തിലേക്ക് നോക്കി പോകുമ്പോൾ ഹല്ലേലൂയ അത്രത്തോളം ബുദ്ധിഹീനതയിലേക്കാവും നമ്മൾ പോകുന്ന. യേശു ഹല്ലേലൂയ നമ്മൾക്ക് അത്രത്തോളം ബുദ്ധി ഉപദേശം തന്നു ഹല്ലേലൂയ വെളിച്ചം തന്നു ഹല്ലേലൂയ. ഇന്ന് കർത്താവ് നമ്മളെ ഇവിടെ നിർത്തിയിരിക്കുന്നുവെങ്കിൽ യേശു ഹല്ലേലൂയ അനുനിമിഷം കർത്താവിനെ യേശു തന്നെ ആശ്രയിച്ച് ഹല്ലേലൂയ മറ്റൊരുവനിലും നമുക്ക് രക്ഷയില്ല യേശു ഹല്ലേലൂയ എന്നുള്ള വിശ്വാസത്തോടെ തന്നെ യേശു ഹല്ലേലൂയ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ ഏതൊരവസ്ഥയും ആയിക്കോട്ടെ ഹല്ലേലൂയ ആ അവസ്ഥകളെ മാറ്റുവാൻ ഹല്ലേലൂയ കർത്താവ് അടുത്ത് വരുമ്പോൾ യേശു ഹല്ലേലൂയ ആ ജീവന്റെ അപ്പമായി യേശു ഹല്ലേലൂയ ജീവന്റെ വെളിച്ചമായി ഹല്ലേലൂയ കർത്താവ് അടുത്ത് വരുമ്പോൾ യേശു ഹല്ലേലൂയ നമ്മൾ മറുതിരിച്ചു പോകാതെ അനുനിമിഷം യേശു ഹല്ലേലൂയ ഒരു പുതുക്കം പ്രാപിച്ച് തന്നെ യേശു ഹല്ലേലൂയ നമുക്ക് ആ പുതുവർഷത്തിലേക്ക് കടക്കാം. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.